ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് 4 ജില്ലകളിലായി നടന്ന കോവിഡ് വാക്സിൻ ഡ്രൈ റൺ വിജയകരം. വാക്സിൻ ഉടൻ ലഭ്യമാകുമെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ. സംസ്ഥാനത്ത് ഇന്ന് 5328 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചു. 4985 പേർ രോഗമുക്തരായി. ഭീമാപള്ളി ഉറൂസ് മഹോത്സവം ഈ മാസം 15 മുതൽ 25 വരെ നടക്കും. കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചാകണം ആഘോഷങ്ങളെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. വിദ്യാർത്ഥികൾക്കായുള്ള KSRTC കൺസെഷൻ കൌണ്ടറുകൾ തിങ്കളാഴ്ച മുതൽ പ്രവർത്തനം ആരംഭിക്കുമെന്ന് ഗതാഗത മന്ത്രി. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റിയുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് ഇന്ന് 4 ജില്ലകളിലായി നടന്ന കോവിഡ് വാക്സിൻ കുത്തിവയ്പ് ഡ്രൈ റൺ വിജയകരമായി. തിരുവനന്തപുരത്ത് പൂഴനാട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, പേരൂർക്കട ജില്ലാ മാതൃകാ ആശുപത്രി, കിംസ് ആശുപത്രി, ഇടുക്കിയിലെ വാഴത്തോപ്പ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, പാലക്കാട് നെന്മാറ സാമൂഹിക ആരോഗ്യ കേന്ദ്രം, വയനാട് കുറുക്കാമൂല പ്രാഥമിക ആരോഗ്യ കേന്ദ്രം എന്നിവിടങ്ങളിലാണ് ഡ്രൈ റൺ നടന്നത്. ഓരോ കേന്ദ്രങ്ങളിലും 25 ആരോഗ്യ പ്രവർത്തകർ വീതമാണ് ഡ്രൈ റണ്ണിൽ പങ്കെടുത്തത്. വാക്സിൻ രജിസ്ട്രേഷൻ മുതൽ ഒബ്സർവേഷൻ വരെയുള്ള നടപടിക്രമങ്ങളെല്ലാം അതുപോലെ പാലിച്ചു. കോവിഡ് വാക്സിനേഷനുള്ള 14 ലക്ഷം ഓട്ടോ ഡിസേബിൾഡ് ഡിസ്പോസിബിൾ സിറിഞ്ചുകൾ തിരുവനന്തപുരത്തെ സംഭരണ കേന്ദ്രത്തിൽ ഇന്ന് എത്തിയിട്ടുണ്ട്. മറ്റു സംവിധാനങ്ങൾ നേരത്തെ തന്നെ എത്തിച്ചേരുന്നു. സംസ്ഥാനത്ത് വളരെ പെട്ടെന്ന് കോവിഡ്-19 വാക്സിൻ എത്തുമെന്നാണ് പ്രതീക്ഷയെന്ന് മന്ത്രി കെ ശൈലജ. കോവിഷീൽഡ് വാക്സിൻ താരതമ്യേന സുരക്ഷിതമാണെന്നാണ് വിദഗ്ധ അഭിപ്രായം. അതിനാൽ വാക്സിൻ എടുക്കുന്നതിന് ആർക്കും ആശങ്ക വേണ്ടെന്നും മന്ത്രി പറഞ്ഞു. പേരൂർക്കട ജില്ലാ മാതൃകാ ആശുപത്രിയിലെ വാക്സിൻ വിതരണ ഡ്രൈ റണ്ണിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. കോവിഷീൽഡ് വാക്സിൻ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതല്ല, ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഒരു വാക്സിനാണ് എന്നാണ് അതിന്റെ എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകളൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആർക്കും ഇത് എടുക്കുന്നതിൽ യാതൊരു ആശങ്കയും ഉണ്ടാവേണ്ടതില്ല. പ്രിയോറിറ്റി ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ആ പ്രിയോറിറ്റി ലിസ്റ്റിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ആളുകൾക്കാണ് ആദ്യം വാക്സിൻ നൽകുക. വാക്സിൻ കിട്ടുമ്പോൾ അതിന്റെ ആവശ്യമായിട്ടുള്ള ടെമ്പറേച്ചർ ക്രമീകരിച്ചുകൊണ്ടുള്ള സ്റ്റോറേജ്, അതുപോലെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വാക്സിൻ തണുത്ത ഊഷ്മാവിൽ സൂക്ഷിച്ചു കൊണ്ടുപോകാനുള്ള എല്ലാ തയ്യാറെടുപ്പും റെഡിയായിട്ടുണ്ട്. അപ്പോൾ വാക്സിൻ കിട്ടിക്കഴിഞ്ഞാൽ ചിട്ടയായിട്ട് അത് വിതരണം ചെയ്യാൻ കേരളം ഒരുങ്ങിയിരിക്കുകയാണ്. സംസ്ഥാനത്ത് ഇന്ന് 5328 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചതായി ആരോഗ്യമന്ത്രി കെ ശൈലജ. 4985 പേർ രോഗമുക്തി നേടി. എറണാകുളം, കോഴിക്കോട്, മലപ്പുറം, കോട്ടയം എന്നീ ജില്ലകളിലാണ് ഇന്ന് കൂടുതൽ പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 54,098 സാമ്പിളുകൾ പരിശോധിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 9.85%. 21 മരണം കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചതോടെ ആകെ മരണം 3116ആയി. 65,374 പേരാണ് ഇനി ചികിത്സയിലുള്ളത്. ഇന്ന് 6 പുതിയ ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. 14 പ്രദേശങ്ങളെ ഒഴിവാക്കി. ഇതോടെ ആകെ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 448ആയി. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 96.12%. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 19,000-ലേറെ പേർക്ക് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചപ്പോൾ 22,926 പേർ രോഗമുക്തി നേടി. ലോകത്ത് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 8,44,00,000 പിന്നിട്ടു. ഇതിൽ 5,97,00,000-ലധികം പേർ രോഗമുക്തി നേടി. രോഗബാധയെ തുടർന്ന് മരിച്ചവരുടെ എണ്ണം 18 ലക്ഷത്തിലധികമായി. നിലവിൽ 2,28,00,000-ലേറെ പേരാണ് ചികിത്സയിലുള്ളത്. കോവിഡ് നിയന്ത്രണങ്ങളിൽ ചില ഇളവുകൾ വരുത്തി കേരളം. ഇതനുസരിച്ച് സിനിമാ തിയേറ്ററുകൾ അടുത്ത ചൊവ്വാഴ്ച മുതൽ തുറക്കാം. മാനദണ്ഡങ്ങൾ പാലിച്ച് പകുതി സീറ്റുകളിൽ മാത്രമേ ആളുകളെ പ്രവേശിപ്പിക്കാവൂവെന്നാണ് സർക്കാർ നിർദ്ദേശം. അതേസമയം ചൊവ്വാഴ്ച യോഗം ചേർന്ന ശേഷമായിരിക്കും തിയേറ്ററുകൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് അന്തിമ തീരുമാനമെടുക്കുകയെന്ന് തിയേറ്റർ ഉടമകൾ അറിയിച്ചു. ജനുവരി 5 മുതൽ ആരാധനാലയങ്ങളിലെ ഉത്സവങ്ങളും കലാപരിപാടികളും നിയന്ത്രണങ്ങളോടെ അനുവദിക്കും. ഹാളുകളിലും ഓഡിറ്റോറിയങ്ങളിലും പരമാവധി 100 പേരെയും പുറത്തെ പരിപാടികളിൽ 200 പേരെയുമാണ് അനുവദിച്ചിരിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075-ലും ദിശയുടെ 1056-ലും ബന്ധപ്പെടാം. കോവിഡ് വാക്സിൻ വിതരണത്തിന് കാസർഗോഡ് ജില്ലയിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. വിശദാംശങ്ങളുമായി ആകാശവാണി കാസർഗോഡ് പ്രതിനിധി പി ജഗന്നിവാസൻ.
രാജ്യത്ത് കോവിഡ് വാക്സിനേഷൻ വിതരണത്തിനുള്ള നടപടികൾ പുരോഗമിക്കുമ്പോൾ ഗവൺമെന്റ് മാർഗനിർദ്ദേശം അനുസരിച്ച് വാക്സിനേഷൻ നടത്താനാവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളും കാസർഗോഡ് ജില്ലയിൽ പൂർത്തിയായതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ.വി. രാംദാസ് അറിയിച്ചു. സർക്കാർ ആരോഗ്യമേഖലയിലെ മുഴുവൻ ജീവനക്കാർക്കും ആശാപ്രവർത്തകർക്കും സ്വകാര്യ മേഖലയിലെ മുഴുവൻ ആരോഗ്യ പ്രവർത്തകർക്കുമാണ് ആദ്യഘട്ടത്തിൽ വാക്സിൻ ലഭ്യമാക്കുന്നത്. വാക്സിൻ നിശ്ചിത ഊഷ്മാവിൽ സൂക്ഷിക്കുന്നതിനായി ജില്ലയിൽ 2 വാക്കിംഗ് കൂളറുകൾ KMSCL കാഞ്ഞങ്ങാട്, ജനറൽ ആശുപത്രി കാസർഗോഡ് എന്നിവിടങ്ങളിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. വാക്സിൻ സ്വീകരിക്കേണ്ടവരുടെ പട്ടിക തയ്യാറാക്കുന്നതിനുള്ള രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിച്ചു വരികയാണ്. കോവിഡ് വാക്സിൻ വിതരണവുമായി ബന്ധപ്പെട്ട് ജില്ലാ കലക്ടർ D. സജിത് ബാബുവിന്റെ അധ്യക്ഷതയിൽ ജില്ലാതല ടാസ്ക് ഫോഴ്സും രൂപീകരിച്ചിട്ടുണ്ട്. ഭീമാപള്ളി ഉറൂസ് മഹോത്സവം ഈ മാസം 15 മുതൽ 25 വരെ നടക്കും. കർശന കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചാകണം ആഘോഷങ്ങളെന്ന് ഒരുക്കങ്ങൾ വിലയിരുത്താൻ ചേർന്ന യോഗത്തിൽ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടു. ഉറൂസുമായി ബന്ധപ്പെട്ട എല്ലാ ചടങ്ങുകളിലും ആൾക്കൂട്ടം പരമാവധി ഒഴിവാക്കണമെന്നും മന്ത്രി പറഞ്ഞു. പട്ടണ പ്രദക്ഷിണത്തിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം 50ആയി നിജപ്പെടുത്തുന്നതിനുള്ള ക്രമീകരണം ഉറപ്പാക്കണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി. തിരുവനന്തപുരം സർക്കാർ അന്ധവിദ്യാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര ബ്രെയിൽ ദിനമായ ഈ മാസം 4-ന് ടെലിഗ്രാം ചാനലിലും ഓൺലൈൻ റേഡിയോ പ്രക്ഷേപണത്തിനും തുടക്കം കുറിക്കും. 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള പാഠഭാഗങ്ങൾ കാഴ്ച പരിമിതരായ കുട്ടികൾക്ക് ലഭ്യമാകുന്നത് ലക്ഷ്യമിട്ടാണ് ചാനൽ ആരംഭിക്കുന്നത്. കുട്ടികൾക്ക് പാഠപുസ്തകങ്ങൾ കേട്ട് പഠിക്കാൻ ഇതിലൂടെ സാധിക്കും. അന്ധവിദ്യാലയത്തിന്റെ പ്രകാശവാണി ഓൺലൈൻ റേഡിയോയിൽ ലൂയി ബ്രെയിൽ ദിന പ്രത്യേക പരിപാടികൾ പ്രക്ഷേപണം ചെയ്യും. സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറന്ന സാഹചര്യത്തിൽ KSRTC കൺസെഷൻ കൌണ്ടറുകൾ മറ്റന്നാൾ മുതൽ പ്രവർത്തിപ്പിക്കുമെന്ന് ഗതാഗത മന്ത്രി A.K. ശശീന്ദ്രൻ. അധ്യയനം ആരംഭിച്ചിട്ടുള്ള 10-12 ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കും അവസാന വർഷ ബിരുദാനന്തര വിദ്യാർത്ഥികൾക്കും നിലവിലെ നിയമപ്രകാരം കൺസെഷൻ അനുവദിക്കും. സ്വാശ്രയ സ്വകാര്യ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് മുൻ വർഷങ്ങളിലേതുപോലെ ചീഫ് ഓഫീസ് അനുമതി ലഭിക്കുന്ന മുറയ്ക്കും കൺസെഷൻ ടിക്കറ്റുകൾ വിതരണം ചെയ്യുമെന്ന് മന്ത്രി നിർദ്ദേശം നൽകി. കൈറ്റ് വിക്ടേഴ്സിലൂടെ സംപ്രേഷണം ചെയ്തുവരുന്ന ഫസ്റ്റ് ബെൽ ഡിജിറ്റൽ ക്ലാസുകളുടെ 1-ാം ക്ലാസ് മുതലുള്ള സംപ്രേഷണം തിങ്കളാഴ്ച പുനരാരംഭിക്കും. 10-ാം ക്ലാസുകാർക്കുള്ള ക്ലാസ് വൈകുന്നേരം 5:30 മുതൽ 7 മണി വരെയായിരിക്കും. ഇതിന്റെ പുനഃസംപ്രേഷണം പിറ്റേ ദിവസം രാവിലെ 6:30 മുതൽ 8 മണി വരെ അതേ ക്രമത്തിൽ നടത്തും. +2 ക്ലാസുകൾ രാവിലെ 8 മുതൽ 11 മണി വരെയും വൈകുന്നേരം 3 മണി മുതൽ 5:30 വരെയുമായിരിക്കും. സാമുദായിക പരിഷ്കർത്താവ് മന്നത്ത് പത്മനാഭന്റെ 144-ാം ജയന്തി നായർ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് സംസ്ഥാന വ്യാപകമായി ആചരിച്ചു. പെരുന്നയിലെ NSS ആസ്ഥാനത്തും താലൂക്ക് യൂണിയനുകളിലും കരയോഗങ്ങളിലും മന്നത്തിന്റെ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തി. 4ാമത് സിദ്ധ ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യവകുപ്പ് മന്ത്രി K. ശൈലജ നിർവഹിച്ചു. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള സിദ്ധ ചികിത്സാ ശാസ്ത്രത്തിന്റെ ആദ്യ ഗുരുവായി അറിയപ്പെടുന്ന അഗസ്ത്യ മഹർഷിയുടെ ജന്മദിനമാണ് സിദ്ധ ദിനമായി ആചരിക്കുന്നത്. ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ആദ്യ ജയം നൽകിയ ആത്മവിശ്വാസത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് മുംബൈ സിറ്റി FCയെ നേരിടും. രാത്രി 7:30-ന് ഗോവയിലെ GMC സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത്. ലീഗിൽ 16 പോയിന്റുമായി 2-ാം സ്ഥാനത്താണ് മുംബൈ. 6 പോയിന്റുമായി കേരളം 9-ാം സ്ഥാനത്തും. കേന്ദ്ര തൊഴിൽ മന്ത്രാലയത്തിന് കീഴിൽ കൊല്ലം ആശ്രാമത്ത് പ്രവർത്തിക്കുന്ന ESI മോഡൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ സ്വകാര്യവൽക്കരണം അവസാനിപ്പിക്കണമെന്ന് സംസ്ഥാന കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ S. ജയമോഹൻ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് 4 ജില്ലകളിലായി നടന്ന കോവിഡ് വാക്സിൻ ഡ്രൈ റൺ വിജയകരം. വാക്സിൻ ഉടൻ ലഭ്യമാകുമെന്ന് ആരോഗ്യമന്ത്രി K. ശൈലജ. സംസ്ഥാനത്ത് ഇന്ന് 5328 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. 4985 പേർ രോഗമുക്തരായി. ഭീമാപള്ളി ഉറൂസ് മഹോത്സവം ഈ മാസം 15 മുതൽ 25 വരെ നടക്കും. കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചാകണം ആഘോഷങ്ങളെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. വിദ്യാർത്ഥികൾക്കായുള്ള KSRTC കൺസെഷൻ കൌണ്ടറുകൾ തിങ്കളാഴ്ച മുതൽ പ്രവർത്തനം ആരംഭിക്കുമെന്ന് ഗതാഗത മന്ത്രി. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റിയുമായി ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AIR News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം ഇനി രാത്രി 7:25.